കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ബി.ജെ.പിയിലേക്ക്. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും ബി.ജെ.പിയിൽ ചേർന്നു. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ അംഗത്വം നൽകി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മറ്റ് നേതാക്കളും ബി.ജെ.പിയിലേക്ക് എത്തിയവരെ സ്വീകരിക്കുകയും ചെയ്തു. കാരണം അതുകൊണ്ടാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ഒപ്പം നിന്നിരുന്നു. കാര്യം വർഷങ്ങളായി എൻ്റെ കുടുംബം കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവരാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഞാൻ ദേശീയ കായിക വേദിയുടെ സ്റ്റേറ്റിൻ്റെ സ്പോർട്സിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഇൻ്റർനാഷണൽ കായിക താരങ്ങളും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മലയാളികളെ കായിക താരങ്ങളെല്ലാം അതിനകത്ത് മെമ്പർമാരായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാൾ അതിനെ വൃത്തികേടാക്കാൻ മോശമാക്കാനായിട്ട് നോക്കി. അപ്പോൾ അന്ന് തന്നെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു, ഇങ്ങനെ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് KPCC ഇടപെടണം, അതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുകിൽ മാറ്റി എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു 4 പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു. അവരാരും ഒന്നും മാറ്റിയില്ല. ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസിഡറേഷനും തന്നില്ല. പിന്നീട് ഈ ഇടയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതിൽ തന്നെ ഇരുന്ന സമയത്ത് ഈ ദേശീയ കായിക വേദിയെ നശിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനവും ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രസിഡൻ്റായിട്ട് ഞാനിരിക്കുമ്പം സെക്രട്ടറി നല്ലപോലെ വർക്ക് ചെയ്യേണ്ട ആളാണ്. ഒരു വകയും ചെയ്യാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് വേണമെന്നും പറഞ്ഞ് KPCC ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയിട്ട് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും. അപ്പോൾ ഓരോരോ അതിർത്തികൾ, ഓരോരോ കാരണങ്ങൾ, ഓരോരോ സ്ഥാനങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, പക്ഷേ പത്മിനി തോമസും തമ്പാനൂർ സതീഷല്ലേ, തമ്പാനൂർ സതീഷൊക്കെ നേതാക്കളാണ്, ഇല്ലെന്നല്ല. പക്ഷേ പറഞ്ഞൊരു ഹൈപ്പ് പോലെയൊക്കെയുള്ള വലിയ ബിഗ് ഷോട്ട് നേതാക്കൾ എത്തിയിട്ടുണ്ടോ സംശയമാണ് അക്കാര്യത്തിൽ. എന്തായാലും ഇനിയും ബി.ജെ.പിയിലേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും CPI നേതാക്കളൊക്കെ വരും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം, അവകാശവാദം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് മറുകണ്ഠം ചാടുന്നതെന്ന്.